കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് മധ്യപ്രദേശ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. കമ്മീഷന്റെ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. കൂടുതൽ വിശദാംശങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, തിരുവനന്തപുരത്താണ് ഈ പെൺകുട്ടിയുടെ വിവാഹമൊക്കെ നടത്തുന്നത്. CPM നേതാക്കളൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വിവാഹമായിരുന്നു. ഇപ്പോൾ ഭർത്താവിനെതിരെയാണ് ഈ പോക്സോ കേസ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? ഇനി അങ്ങോട്ടുള്ള ഒരു നടപടികളൊക്കെ എന്തായിരിക്കും? അമ്പിളി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ വെച്ച് മാർച്ച് 11-ാം തീയതിയാണ് ഈ കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹം നടക്കുന്നത്. CPM മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുത്ത വിവാഹമാണ്. എന്തായാലും വിവാഹം നടത്തിയവരും വിവാഹം ചെയ്തയാളും കുടുങ്ങുന്ന രീതിയിൽ വലിയൊരു നിയമക്കുരുക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിൽ, അതായത് ഈ വിവാഹം നടന്ന ദിവസം ഈ വൈറൽ താരത്തിന് വെറും 16 വയസ്സ് മാത്രമാണ് പ്രായമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശിലെ ഖാർഗോൺ ജില്ലയിലുള്ള മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഈ ഭർത്താവായിട്ടുള്ള ഫർമാൻ ഖാനെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വിവാഹം കഴിഞ്ഞതിനു ശേഷം തന്നെ ഈ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് പ്രഥം ദുബെ ഒരു നിയമ പോരാട്ടം നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ വിവാഹത്തിന്റെ രേഖകൾ, ജനന തീയതി അടക്കം വ്യാജമായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മൊണാലിസ തിരുവനന്തപുരത്ത് എത്തുന്നത്. ആ ഒരു സമയത്ത് തന്റെ പിതാവ് മറ്റൊരാളുമായി വിവാഹം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം പറഞ്ഞാണ് ഇത്തരത്തിൽ തമ്മാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ ഫർമാൻ ഖാനും ഈ ഒരു വൈറൽ താരവും ചേർന്ന് എത്തുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വിവാഹത്തിലേക്ക് എത്തുന്നത്. എന്തായാലും അന്ന് പോലീസിന് മുന്നിൽ കാണിച്ച രേഖകളെല്ലാം വ്യാജമാണെന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് ഈ വൈറൽ താരത്തിന്റെ പിതാവ് അടക്കമുള്ളവർ അന്ന് ഈ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു എന്ന കാര്യം നിഷേധിച്ചിട്ടില്ല എന്ന കാര്യമാണ് തമ്പാനൂർ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 2009 ഡിസംബർ 30-നാണ് ഈ വൈറൽ താരം ജനിച്ചതെന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. ഇതനുസരിച്ച് വിവാഹം നടക്കുമ്പോൾ 16 വയസ്സും 2 മാസവും 12 ദിവസവും മാത്രമാണ് വൈറൽ താരത്തിന്റെ പ്രായം എന്ന കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ഫർമാനെതിരെ മഹേശ്വർ പോലീസ് പോക്സോ BNS അട്രോസിറ്റി ആക്ട് പ്രകാരം നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കമ്മീഷന്റെ ശുപാർശയെ തുടർന്ന് സർക്കാർ കൂടുതൽ കർശന നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിവരം. വൈറൽ താരം പാർട്ടി ഗോത്രവർഗത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അട്രോസിറ്റി ആക്ട് ചുമത്തിയിട്ടുള്ളത്. നിലവിൽ ഗൂഢാലോചന, നിയമവിരുദ്ധ വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള നിയമക്കുരുക്കിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ വിവാഹത്തിൽ ഈ കേരളത്തിലെ മുതിർന്ന നേതാക്കളായ CPM നേതാക്കളൊക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. അവരുടെ അടക്കം പങ്ക് സംശയാസ്പദമാണ്, ഗൗരവമായി കാണണമെന്ന കാര്യം തന്നെയാണ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അമ്പിളി. ശരി, വൈറൽ കുംഭമേള താരത്തിന്റെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് മധ്യപ്രദേശ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. കമ്മീഷന്റെ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവിക ചന്ദ്രൻ.